പ്രൈസ് ലോർഡ്. ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റ് ശുശ്രൂഷകന്മാർ, ഗസ്റ്റ് പ്രീച്ചേഴ്സായിട്ട് വന്നേക്കുന്ന പാസ്റ്റർ ജെയിംസ് ജോർജ്, സാജിമതി സാർ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കോൺഫറൻസിൻ്റെ തീം കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ദൈവസഭയുടെ ഒരുക്കം എന്ന വിഷയം ആണല്ലോ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേൾക്കുകയായിരുന്നു. എനിക്ക് ശേഷം ശുശ്രൂഷിക്കാൻ കർത്താവിൻ്റെ ദാസന്മാരുള്ളതുകൊണ്ട് വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ പല ആളുകളും വന്ന് പറഞ്ഞു ഭയങ്കര ഫാസ്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒത്തിരി സ്ലോ ആയിരിക്കും. ഇന്നലെ തീർക്കാനായിട്ടുള്ള ധൃതിക്ക് ഞാനങ്ങ് സ്പീഡിൽ പോയതാണ്. കർത്താവിൻ്റെ വരവ് എന്ന ടോപ്പിക്ക് നമ്മൾ കേൾക്കുമ്പോഴേ കൂടുതൽ ആളുകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെ സംഭവങ്ങളാണ് ഭൂമിയിൽ നടക്കാൻ പോകുന്നത് എന്നതാണ്. 666 ഞാൻ എവിടെയോ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 666 പറ്റി ഒന്ന് പറയണം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലേ. ഇപ്പോഴും വളരെ കുറച്ചറിവേ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ളൂ. സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് ഞാനൊരു വലിയ ബുക്കൊക്കെ മേടിച്ച് എഴുതി പഠിച്ചു. രാഷ്ട്രീയ ലക്ഷണങ്ങൾ, ഇസ്രയേലിൻ്റെ ലക്ഷണങ്ങൾ, വിജാതീയ ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ, സഭയുടെ ലക്ഷണങ്ങൾ. പിന്നീട് ഞാനതങ്ങ് മാറ്റാൻ കാര്യം ഓരോ വർഷം കഴിയുമ്പോൾ ഈ ലക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് അന്നേ പിന്നെ അത് വേണ്ട, നിരന്തരമായിട്ടുള്ള തിരുവെഴുത്ത് മാത്രം പറയാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പൊതുവേ ഈ വിഷയം പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ കർത്താവിൻ്റെ വരവിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ആളല്ല, വെൽക്കമിങ് കമ്മിറ്റിയിലുള്ള ആളാണ്. മനസ്സിലായല്ലോ കാര്യം എന്നാണെന്നുള്ളത്. അതുകൊണ്ട് എനിക്കറിയില്ല സംഭവം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് എക്സാക്ട്ലി. നമുക്ക് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കർത്താവ് വരും എന്നതിന് ബൈബിൾ നൽകുന്ന 10 ഗ്യാരണ്ടിയാണ്. 10 ഗ്യാരണ്ടി. എനിക്ക് ആ വിഷയത്തിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ 10 കാര്യത്തെ പറയാം. എല്ലാവരും ഓർത്തിരിക്കണം. സിമ്പിളായിട്ടുള്ള 10 കാര്യമാണ്. അതിനോട് ചേർന്ന് ഒരു കൺക്ലൂഡിങ് റിമാർക്കായിട്ട് ചില കാര്യങ്ങളൂടെയും പറയണം എന്നെൻ്റെ മനസ്സിലുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിനകത്തെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പാപം കൂടാതെ പ്രത്യക്ഷമാകും. യോഹന്നാൻ 14:3 ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെയും വന്ന് ചേർക്കേണ്ടതിന്, ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ രണ്ടാമതും വരും, പിന്നെയും വന്ന്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം കണ്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. വാസ്തവത്തിൽ ഈ 3 വാക്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും രണ്ടാം വരവ് എന്ന ശീർഷകം വന്നേക്കുന്നത്. ഓർക്കുമല്ലോ അല്ലേ? ഇതാണ് പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ. ഇനിയും ആ 10 ഗ്യാരണ്ടി, സൈൻ അല്ല, അടയാളങ്ങളല്ല, ഗ്യാരണ്ടി നിങ്ങളുടെ മുന്നിൽ പറയാം. 1, ദ വെരി ബൈബിൾ ഇറ്റ് സെൽഫ്. അതാണ് 1ാമത്തെ ഗ്യാരണ്ടി. ലോകത്തിൽ ഏത് പുസ്തകത്തിനും വിശ്വാസ്യത അവകാശപ്പെടാമെങ്കിൽ അതിനേക്കാൾ 10,000 മടങ്ങ് വിശ്വാസ്യത അവകാശപ്പെടാവുന്നൊരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത്. ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാൻ എഴുതി കഴിഞ്ഞപ്പോൾ
ഏകദേശം 25 വർഷത്തിന് ശേഷം മുതൽ അന്നത്തെ ഭക്തന്മാർ ഈ എഴുത്തിൻ്റെ കൈയെഴുത്ത് പ്രതികൾ എഴുതിയിരുന്ന, അല്ലെങ്കിൽ ഇതിനെ പകർത്തി എഴുതിയിരുന്ന മാനുസ്ക്രിപ്റ്റുകൾ എന്നൊക്കെ പറയും. AD 125 മുതലുള്ള മാനുസ്ക്രിപ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് ലോകത്തിൽ. നമ്മൾ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യമൊക്കെ കേട്ടിട്ടില്ലേ? റോമ സാമ്രാജ്യത്തിൻ്റെ കാര്യമൊക്കെ കേട്ടിട്ടില്ലേ? മേദ്യ പേർഷ്യയുടെ കാര്യമൊക്കെ കേട്ടിട്ടില്ലേ? സീസറിൻ്റെ കാര്യമൊക്കെ കേട്ടിട്ടില്ലേ? അവരൊക്കെ അവരുടെ സംഭവങ്ങൾ നടന്നതിന് ശേഷം 800-ഉം 900-ഉം വർഷങ്ങൾക്ക് ശേഷമുള്ള ഡോക്യുമെൻ്റ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ അതിനേക്കാൾ എത്രയോ 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 ഉയർന്ന നിലയിലെ ഹിസ്റ്റോറിസിറ്റി അവകാശപ്പെടാവുന്ന ഒരു പുസ്തകമാണ് ഈ ബൈബിൾ എന്നറിയാമോ? എഴുതിയതിന് ശേഷം 25 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള മാനുസ്ക്രിപ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഞാനത് ആ വിഷയമൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ ഇപ്പോൾ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത്ര റിലയബിൾ ആണ് ഈ പുസ്തകം എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. 1845 പ്രാവശ്യം പഴയ നിയമത്തിൽ 1845 ടൈംസ് രണ്ടാം വരവിനെ പറ്റി ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട്. അല്പം കൂടെ പറഞ്ഞാൽ ഒന്നാം വരവിനെ പറ്റി ഉൽപ്പത്തി 3:15 പറയുന്നുണ്ടെങ്കിലും വെരി ക്ലിയർ ആയിട്ട് ഹാനോക്ക് രണ്ടാം വരവിനെ പറ്റി പറയുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. വായിക്കുന്നല്ലോ അങ്ങനെ തന്നെ. നോക്കൂ, 1845 പ്രാവശ്യം രണ്ടാം വരവിനെ പറ്റി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ 260 അധ്യായം മാത്രമുള്ള ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ 318 പ്രാവശ്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കർത്താവ് രണ്ടാമത് വരുമെന്ന് പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം തന്നെയാണ് നമ്മുടെ കർത്താവ് വരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഒരാമേൻ പറയാമോ? ഒരു ഇച്ചിരൂടെയൊക്കെ ഒരു സന്തോഷത്തോടെ. ഇവിടെയുള്ള നിങ്ങൾ വിളിച്ചേക്കുന്ന 3 ഉപദേശിമാർക്കും നിങ്ങളുടെ ആമേൻ വേണ്ട. എത്ര മണിക്കൂർ പ്രസംഗിക്കണം എല്ലാവരോട് ചോദിച്ചാൽ മതി. എന്നാലും എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാനങ്ങ് ആവർത്തിക്കുന്നത്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ആമേൻ പറഞ്ഞത് പോരാ എന്നൊക്കെ. ഞാനിടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഈ പുള്ളി ആരാ അത് അളക്കാൻ ചെയ്തില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല, കേൾക്കാനൊരു സന്തോഷത്തിന് ഉറക്കെ പറയാമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ കാര്യം. 2, എൻ്റെ വാച്ചാണ് ശരി, അതല്ല ശരി കേട്ടോ. പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് രണ്ടാമത്തെ കാര്യം. അതായത് നമ്മുടെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ പറ്റി അവർ പറഞ്ഞ എല്ലാ കാര്യവും നടന്നു. എവിടെ ജനിക്കും, എവിടെ ജീവിക്കും, എങ്ങനെ വളരും, സാഹചര്യങ്ങൾ എങ്ങനെ ആയിരിക്കും, ആര് കൊല്ലും, എങ്ങനെ ഉയർക്കും, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, ഇതെല്ലാം അച്ചട്ടായിട്ട് നടന്നെങ്കിൽ ആ പ്രവാചകന്മാർ തന്നെയാണ് പറഞ്ഞേക്കുന്നത് മശിഹ രണ്ടാമതും വരും. അതാ രണ്ടാമത്തെ ഗ്യാരണ്ടി. പഴയ നിയമത്തിൽ ദൈവം പറയാതെ ദൈവം എന്നോട് പറഞ്ഞു എന്ന് ഒരു പ്രവാചകൻ പറഞ്ഞാൽ അവനെ കൊല്ലണമെന്നാണ് നിയമം. പുതിയ നിയമത്തിൽ അങ്ങനെ നിയമം ഇല്ലാത്തതുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ടേക്കുന്നത് കേട്ടോ. അതൊന്നും ഞാൻ പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി. 3, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം. യോഹന്നാൻ പറഞ്ഞില്ലേ, ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ത് ചെയ്യണം? കഴിക്കണം. ആ ഭാഗത്ത് ഒന്നാം വരവിനെ പറ്റി മാത്രമല്ല, 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ സ്നാനമേൽക്കാൻ വന്നവരോട് വരുവാനുള്ളൊരു കോപത്തെ പറ്റി സ്നാപകൻ പറയുന്നുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ എക്സ്പ്ലനേഷനാണ് ലൂക്കോസ് 3-നകത്ത് പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ് 3-ാമത്തെ ഗ്യാരണ്ടി. 4, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. നമ്മുടെ കർത്താവ് നുണ പറയുകയില്ല, നമ്മുടെ കർത്താവ് കള്ളം പറയുകയില്ല, അബദ്ധം പറയുകയില്ല, തമാശ പറയുകയില്ല. നമ്മുടെ കർത്താവ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ പോകുന്ന ഇടത്തേക്ക് പിന്നെയും വന്ന് നിങ്ങളെ എന്നോടുകൂടെ ചേർക്കേണ്ടതിന് ഞാൻ രണ്ടാമതും വരും. നമ്മുടെ നാഥൻ വ്യാജം പറയുന്ന മറ്റ് മതഗുരുക്കന്മാരെ പോലെയല്ല. സാക്ഷാൽ ദൈവമായവൻ തൻ്റെ ദൈവത്വത്തോടുകൂടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ച് ഈ താണഭൂമിയിൽ
വന്ന് പാപമറിയാത്തവനായി, പാപമില്ലാത്തവനായി, നിഷ്കളങ്കനായി, നിർദോഷനായി നടന്ന നമ്മുടെ നാഥന്റെ തിരുവായി മൊഴിയാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഞാൻ രണ്ടാമതും വരും. ഫോർത്ത് ഗ്യാരണ്ടി. അഞ്ചാമത്തേത് ഏഞ്ചലിക് ഡിക്ലറേഷനാണ്, ദൂതന്മാരുടെ പ്രഖ്യാപനം. ഞാൻ ആരംഭത്തിൽ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും. ദൂതന്മാരുടെ പ്രഖ്യാപനമാണ്, ദൂതന്മാരുടെ പ്രഖ്യാപനം. ഈ കർത്താവിൻ്റെ കാര്യത്തിനകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പെട്ടെന്ന് മെൻഷൻ ചെയ്തു പോകാം. ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴേ ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു, വേഗം വരുന്നു എന്ന് സഭയോട് പറയുന്ന ദൂത് വാസ്തവത്തിൽ അത് രണ്ടാം വരവിനെ പറ്റിയല്ല. നിങ്ങൾ കെയർഫുള്ളായിട്ട് വായിച്ചാൽ മതി. അത് ഡിസിപ്ലിനറി ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വാക്യം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ ആധികാരികമായി വിശദീകരണം നൽകുന്ന ആളുകൾ അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഈ വീണ്ടും വരുമെന്ന് പറയുന്നതൊക്കെ ചാടിക്കേറി രണ്ടാം വരവാണെന്ന് വ്യാഖ്യാനിച്ചേക്കരുത്. പണ്ട് ഈ വേദപുസ്തകത്തിനകത്ത് നമുക്ക് ഈ പ്രസംഗക്കുറിപ്പുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അപകടം പിടിച്ചതാ, സൂക്ഷിച്ചു വായിക്കണം. ഈ വേദപുസ്തകത്തിനകത്ത് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 3 പുസ്തകമുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആരംഭം ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭം ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാണ്. പക്ഷേ 3 ബിഗിനിങ് ആണ്. ഈ കുറിപ്പെഴുതിയ പാർട്ടി ഇതെല്ലാം ഒറ്റ ഹെഡിങ്ങിലാണ് എന്ത് ചെയ്തേക്കുന്നേ. തന്നെ ഒരു പുതിയ കാര്യം കേൾക്കുന്ന പോലെ ഇരിക്കുന്നത്. അതോ ഞാൻ ഇതൊക്കെ കേൾക്കാറുള്ളൂ. അതുകൊണ്ട് വേഗം വരുമെന്ന് പറയുന്ന പദങ്ങളെക്കാൾ വെളിപ്പാട് പുസ്തകം ഊന്നൽ കൊടുത്തേക്കുന്നത് വീണ്ടും വരും. ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും ഊന്നൽ വേഗം വരുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഞാനതിനെ അതിനെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കുകയല്ല. ക്ലിയറായിട്ട് പറഞ്ഞേക്കുന്നത് വീണ്ടും വരും, പിന്നെയും വന്ന് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ. ആർ യു ഫോളോയിങ് മീ? 5 കാര്യം. 6-ാമത്തേത് ദൂതന്മാരുടെ ഡിക്ലറേഷനാണ്. യേശുവിൻ്റെ 1-ാം വരവിനെ പറ്റി അവർ പറഞ്ഞ കാര്യങ്ങൾ വള്ളി തെറ്റാതെ, അണുവിട തെറ്റാതെ അതുപോലെ തന്നെ നടന്നെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ 2-ാം വരവിനെ പറ്റി ദൂതന്മാർ പറഞ്ഞ കാര്യം താമസമിന നടക്കുമെന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ബൈബിൾ പറയുന്ന 6-ാമത്തെ ഗ്യാരണ്ടി. 7 അപ്പോസ്റ്റോലിക് ഡിക്ലറേഷനാണ്. 2-ാം അധ്യായത്തിൽ പത്രോസ് പ്രസംഗിച്ച് തുടങ്ങുമ്പം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുന്നിടം വരെ അപ്പോസ്തലന്മാരുടെ സർമൻ്റെ തീം എന്നാണെന്നറിയാമോ? രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് 2-ാം വരവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോസ്റ്റോലിക് ഡിക്ലറേഷനിൽ ന്യൂ ടെസ്റ്റമെൻറ്റിലെ 8+1 റൈറ്റേഴ്സ്, അങ്ങനെ പറയാം അല്ലേ? എബ്രായ ലേഖനം ആരാ എഴുതിയെന്ന് ലോകത്തിൽ ആർക്കും അറിയാൻ മേല കേട്ടോ. ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഒരാൾക്ക് പോലും അറിയത്തില്ല. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തൻ പറഞ്ഞു, ഓൺലി ഗോഡ് നോസ് എന്നാണ് പറഞ്ഞത്. ലോകത്തിൽ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ആരെഴുതി എന്നതിനകത്ത് പ്രാധാന്യതയില്ല. നമ്മുടെ കർത്താവിൻ്റെ തിരുവിഷ്ടപ്രകാരം അവൻ്റെ സോവറിൻ പ്ലാനുള്ള എപ്പിസലുകളെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അടുക്കി നൽകിയതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ. അത് ഗോഡ് ബ്രീത്ത് ഔട്ട് ആണ്. ഗോഡ് ബ്രീത്ത് ഔട്ട് ആണ് ഓരോ പദവും. നമ്മളിങ്ങനെ എല്ലാ വാക്കും ഇൻസ്പയർഡ് ആണെന്ന് വിശ്വസിക്കുമ്പം ഒരു പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എല്ലാ വാക്കും എന്നല്ല പറഞ്ഞത്, വള്ളിയും പുള്ളിയും ദൈവശ്വാസീയമാണെന്നാണ് യേശു പറഞ്ഞത്. അല്ലേ? വള്ളിയും പുള്ളിയും മാറിയല്ല, അങ്ങനെയല്ലേ വായിക്കുന്നേ? ആമേൻ. 8+1 റൈറ്റേഴ്സ്. ന്യൂ ടെസ്റ്റമെൻറ്റിലെ 9 എഴുത്തുകാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരാ? നമ്മുടെ കർത്താവിൻ്റെ അപ്പോസ്റ്റോലിക് ഡിക്ലറേഷൻ. ഇതിനകത്ത് ബൈബിളിനകത്ത് ഒരു പുസ്തകം ഒന്ന് പെട്ടെന്ന് എടുക്കാവോ? ഫസ്റ്റ് തെസ്സലോനിയൻസ്. ഈ പുസ്തകത്തിൻ്റെ തീം തന്നെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. ഈ പുസ്തകത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായം. ഈ 5 അധ്യായങ്ങളും അവസാനിക്കുന്നത് ഒറ്റ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഫസ്റ്റ് തെസ്സലോനിയൻസ്
5 അധ്യായങ്ങളുണ്ട്. ആ 5 അധ്യായം അവസാനിക്കുന്നിടത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ കർത്താവ് വരുമെന്ന് പറഞ്ഞാണ് 5 അധ്യായം തീരുന്നത്. 1-ാം അധ്യായം 10-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് വരുന്നത്, ഒന്ന് പെട്ടെന്ന് മറിച്ചേ, സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ. 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ. 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം 15 മുതൽ നമുക്ക് പരിചയമുള്ളതാ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും. അങ്ങനെ പറഞ്ഞ് ആ അധ്യായവും തീരുന്നത് വരവ് പറഞ്ഞാണ്. 5-ാം അധ്യായം അവസാനിക്കുന്നത് അതിൻ്റെ 22, 23. അതാണല്ലോ എൻ്റെ കൺക്ലൂഡിംഗ് റിമാർക്ക്. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഗ്ലോറിയസ് എപ്പിസൽ. 5 പുസ്തകങ്ങളും അപ്പോസ്റ്റോലിക് ഡിക്ലറേഷൻ. അതാണ് 6-ാമത്തെ കാര്യം. 7, തിരുവത്താഴത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാൻ എല്ലാ മാസത്തിലും 2 പ്രാവശ്യം തിരുമേശ നടത്താറുണ്ട്. എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകന്മാരും നടത്താറുണ്ട്. നിങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഞാനും കഴിഞ്ഞ ലാസ്റ്റും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മിച്ചം വരുന്ന അപ്പത്തെ നോക്കി സഭയോട് പറയും, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല എന്നതിൻ്റെ എന്താ പറയുക, ആ കാഴ്ചയാണ് ഈ മേശപ്പുറത്ത് അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കും. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, അന്നേരം ഈ അപ്പവും വീഞ്ഞും തീർന്നു പോയാലോ. ഞാൻ തോട്ടയ്ക്കാട്, ചിലർക്കൊക്കെ അറിയാം, കോട്ടയത്തെ ഏറ്റവും വലിയ സഭകളിലൊന്ന്. അവിടെ അല്പകാലമൊക്കെ പാസ്റ്ററായിട്ടിരിക്കാൻ ദൈവം എനിക്ക് കരുണ ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു കരുണ എന്നോടുണ്ടായിരുന്നു. ഒരു ദിവസം തിരുവത്താഴം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തീർന്നു പോയി. എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ട് ആൾ വന്നു. ഞാൻ ആരും അറിയാതെ പുറകിക്കടെ പോയി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ഭംഗിയാക്കി. പക്ഷേ അവിടെ ഇരുന്ന എൽഡേഴ്സിനൊക്കെ മനസ്സിലായി സാധനം തീർന്നു പോയായിരുന്നു. അങ്ങനെ തീർന്നു പോയാൽ പിന്നെ ഇതെങ്ങനെ പറയാൻ പറ്റും? തിരുവത്താഴം കർത്താവിൻ്റെ വരവിൻ്റെ ഗ്യാരണ്ടിയാണെന്ന്. അങ്ങനെങ്കിൽ മിച്ചം വരുന്ന അപ്പവീഞ്ഞുകളല്ല, ദാറ്റ് വെരി ടേബിൾ ഇറ്റ് സെൽഫ് ഈസ് ദ ടെസ്റ്റിമണി. മനസ്സിലാവുന്നോ? ഞാൻ മേ ബി വരാൻ പോകുന്ന ആഴ്ചയിലും പറയുന്ന അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ആ മിച്ചം വരുന്ന അപ്പം അല്ല, ആ വെരി ടേബിൾ ഇറ്റ് സെൽഫ് നമ്മുടെ കർത്താവ്. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, നമ്മുടെ നാഥൻ ഇതുവരെയും വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് 7-ാമത്തെ ഗ്യാരണ്ടി. 8, ദ ടെസ്റ്റിമണി ഓഫ് ദ പ്രയർ ഓഫ് ദ ചർച്ച്. ഇന്നലെ പ്രസംഗിച്ചവരൊക്കെ അത് മെൻഷൻ ചെയ്തായിരുന്നു. അവസാന പുസ്തകം, അവസാന അധ്യായം, അവസാന വാക്യങ്ങൾ 2 ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞപ്പം യോഹന്നാൻ പറഞ്ഞു, ആമേൻ കർത്താവേ. ഒന്ന് കുടിക്കേ, ആമേൻ കർത്താവേ വരണമേ. ചിലരൊക്കെ ആവേശത്തിൽ പറയാറുണ്ട്, ഈ യേശു പറഞ്ഞു ഞാൻ വേഗം വരുന്നു എന്ന്. എന്നാൽ യോഹന്നാൻ പറഞ്ഞപ്പം വേഗം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അതുകൊണ്ട് ഈ വേഗം എന്നൊന്നും ചാടിക്കേറി പറഞ്ഞേക്കല്ലേ ഉപദേശി എന്നൊക്കെ ചിലപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആ വാക്യം വായിച്ചാൽ ആ തെറ്റിദ്ധാരണ മാറും. യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഇതാ ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ വേഗം എന്ന വാക്ക് മാറ്റിയിട്ട് അതിന് ഒരു ആമേൻ എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്നാ? അങ്ങനെ തന്നെ വരണമേ കർത്താവേ എന്നാ അതിൻ്റെ അർത്ഥം. കേട്ടോ, ഇനിയും തട്ടരുത്. യോഹന്നാൻ വേഗം വേണമെന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷേ യോഹന്നാൻ അല്പം കൂടി ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജ് അങ്ങ് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. ആമേൻ എന്ന് പറഞ്ഞതിന് അതിൻ്റെ അർത്ഥം എന്നാ? കർത്താവേ അങ്ങ് പറഞ്ഞ പോലെ തന്നെ വേഗം വരണമേ. മാറാനാഥ, കം ലോർഡ് ജീസസ്. 8 കാര്യം. 9-ാമത്തേത്, ദ ഹോപ്പ്ഫുൾ ആൻറ്റിസിപ്പേഷൻ ഓഫ് ദി ഏർലി ചർച്ച്. നിങ്ങൾക്കറിയാമോ, തെസ്സലോനിക്ക സഭ ആദ്യത്തെ ദിവസം ജെയിംസ് ജോർജ് പ്രസംഗിച്ചപ്പോൾ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അവരവരുടെ കാലത്തിൽ തന്നെ കർത്താവ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് മരിച്ചവർ ഉയർക്കുവോ, അവർക്ക് എന്തു പറ്റും എന്നൊരു ടെൻഷൻ. അതാണ് ഫസ്റ്റ് തെസ്സലോനിയൻസിൻ്റെ കോണ്ടെക്സ്റ്റ് പോലും. അങ്ങനെങ്കിൽ 9-ാമത്തെ ഗ്യാരണ്ടി എന്നാണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ എക്സ്പെക്റ്റേഷൻ തന്നെ
ഞങ്ങളുടെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നാഥൻ വരുമെന്നായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ വഞ്ചന കൂടാതെ അങ്ങനെ ഒരു ആഗ്രഹവും അങ്ങനെ ഒരു താല്പര്യവും ഒക്കെ നമ്മുടെ അകത്തുണ്ടോ? അങ്ങനെ പറയാനായിട്ട് പറ്റുമോ? നമ്മെ തന്നെ വഞ്ചിക്കാതെ 9 ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു. 10ാമത്തേത്, യേശു മടങ്ങി വരുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്നറിയാമോ? നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എന്താ? ആത്മാവിനെ അച്ചാരമായിട്ട്, അഡ്വാൻസ് ആയിട്ട്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആര് തന്നേക്കുക? അങ്ങനെ തന്നവൻ താമസം വിനാ നമ്മളെ സ്വന്തമാക്കാൻ വരുന്നു എന്നതാണ് 10ാമത്തെ ഗ്യാരണ്ടി. അകത്ത് ആത്മനിറവുള്ള ദൈവസഭയ്ക്ക് കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഞങ്ങളുടെ അകത്ത് വസിക്കുന്ന ആത്മാവാണ് ഞങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. ഞങ്ങളുടെ പ്രാണനാഥൻ വരും. അതാ വാഗ്ദത്തം അല്ലേ? ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് തന്നതാണ് വാഗ്ദത്തം. പക്ഷേ നമ്മൾ ഈ വാഗ്ദത്തം എന്നൊക്കെ പറയുന്നത് ഫ്ലൈറ്റ് കാണുന്നു, കടൽ കാണുന്നു. നിങ്ങൾക്ക് പൂരിപ്പിക്കാം, എനിക്കതിനെപ്പറ്റിയൊന്നും വലിയ ബോധ്യമുള്ള ആളല്ല. ഇനി ഇവിടുന്ന് ഫ്ലൈറ്റും കടലും ഒന്നും കാണണം. ഇനി ഇത് പസഫിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ അല്ലേ? ഇവിടുന്ന് കറങ്ങി ഇനി സിംഗപ്പൂരേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്ര ഉള്ളൂ. ഇനി നമ്മുടെ വാഗ്ദത്തം എന്നാണെന്നറിയാമോ? യോഹന്നാൻ പറയുന്നുണ്ട്, നമ്മുടെ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. സ്തോത്രം. അതിനെയാണ് തിരുവെഴുത്ത് വിളിച്ചേക്കുന്നത് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം. അതിനെ നുണഞ്ഞിറക്കുന്ന, അതിനെ രുചിച്ച് കഴിക്കുന്ന, അതിനെ വിലയേറിയതായി എണ്ണുന്ന എത്ര വിശുദ്ധന്മാർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. പത്ത് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല. 10 കാര്യം. ഇനി നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ വിധം. 1 തെസ്സലോനിയൻസ് 4 അതിൻ്റെ പാസേജ്. ഞാൻ ഈ യോഗത്തിന് എന്നെ വിളിച്ചപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയ പല പാസേജുകളുണ്ട്. ഞാൻ പല കാര്യം പ്രിപ്പയർ ചെയ്തു. ഫൈനലി ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ടാണ് എനിക്ക് ദൈവം നിയോഗം ഒടുവിൽ നൽകിയത്. ആ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇന്ന് ഈ ഒരു സെഷൻ ഞാനിങ്ങനെ ശാന്തമായിട്ട് പറയാൻ കാര്യം എനിക്ക് ശേഷം ശുശ്രൂഷകന്മാർ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, ഞാൻ സ്പീഡിൽ പറഞ്ഞാലും ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. സ്പീഡിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, 10 കാര്യം. ഇനി അതിൻ്റെ വിധം എന്നാണെന്നറിയാമോ? വിധം 1 തെസ്സലോനിയൻസ് 4:15 കർത്താവുതൻ ഗംഭീരനാഥം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടെ രൂപാന്തരപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം എന്ത് ചെയ്യണം? ആ പാസേജിൽ നിന്ന് ഞാൻ 6 കൂട്ടി, ഇംഗ്ലീഷിലെ 6 കൂട്ടി ഒരു 5 കാര്യം പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ വെരി ക്ലിയർ ആയിരിക്കും. ഒന്നാമത്തേത്, ആ വിധത്തിൽ ആദ്യം നടക്കുന്ന എന്നാണെന്നറിയാമോ? there is going to be a return. കർത്താവ് മടങ്ങി വരുന്നു. രണ്ടാമത്തേത്, there is going to be a resurrection. അവനിൽ മരിച്ച വിശുദ്ധന്മാർ ആ ശബ്ദം കേൾക്കുമ്പം അവരെ കേൾക്കുള്ളൂ. ശമൂവേലേ ശമൂവേലേ എന്ന് യഹോവ വിളിച്ചപ്പം ഏലിക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല, ശമൂവേലിന് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. വീണ്ടും ജനിച്ച വിശുദ്ധന്മാർക്ക് മാത്രമേ ആ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. ദമസ്കോസിലേക്ക് പോയവർക്ക് വെളിച്ചവും ശബ്ദവും ഒക്കെ നടന്നിട്ടും കാര്യം മനസ്സിലായത് ഒരുവനേ ഉള്ളൂ, അത് പൗലോസിന് മാത്രമാണ്. എന്നതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുന്നവന് ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം, there is going to be a return and there is going to be a resurrection. മൂന്നാമത്തേത്, അവനോടുകൂടെ എടുക്കപ്പെടും. there is going to be a rapture. റാപ്പിയോ ഹർപ്പാസോ എന്നൊരു പദങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തട്ടിപ്പറിച്ചു കൊണ്ടുപോകുക, ഈ എടുത്തുകൊണ്ട് പോകുക. അതായത് ഫിലിപ്പോസിനെ
എടുത്തുകൊണ്ടുപോയതിനാൽ കാണാതായി. വായിക്കുന്നില്ലേ? ആ അർത്ഥം അതൊക്കെ മണിക്കൂറുകൾ വിശദീകരിക്കാം. There is going to be a rapture. ചില തിയോളജി പഠിപ്പിക്കുന്നവരൊക്കെ അത് എസ്കറ്റോളജിയിലെ ഡിഫറൻസ് പറയുന്ന ആളുകളൊക്കെ അതിനോട് അല്പം വ്യത്യസ്തമായ ആശയങ്ങൾ പറയാറുണ്ട്. എൻ്റെ പേഴ്സണൽ സജഷൻ, എസ്കറ്റോളജിയിലെ ഡിഫറൻസിൽ ഒരാളെയും കൾട്ടെന്ന് വിളിക്കരുതെന്നാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും രക്ഷിക്കപ്പെട്ടവരാണ്. There is going to be a return. There is going to be a resurrection. There is going to be a rapture. Fourth, there is going to be a reunion. നാം അവരോട് ഒരുമിച്ച്, വായിക്കുന്നില്ലേ? There is going to be a, നമുക്ക് മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ജനലക്ഷങ്ങൾ ഈ തിരുവെഴുത്തിന് വേണ്ടി എരിഞ്ഞടങ്ങി അവരുടെ ജീവന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടി. നിങ്ങൾക്കറിയാമോ, ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ അന്വേഷിച്ചു പോയ ഭക്തന്മാർ ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തിയ ചില സ്ഥലങ്ങൾ, അന്നത്തെ റോമ ഗവൺമെൻറ് ക്രൈസ്തവരെ പീഡിപ്പിച്ചപ്പോൾ അവർ ഓടിപ്പോയ കൂട്ടത്തിൽ ഈ ബൈബിളിൻ്റെ പ്രതികളുമായിട്ടാണ് ഓടിപ്പോയത്. അവർ മരിച്ചു വീണ സ്ഥലങ്ങളിൽ എക്സ്കവേഷൻ നടത്തിയാണ് ഇതിൻ്റെ പ്രതികൾ കണ്ടെത്തിയത്. മില്യൺസ് ഓഫ് ആളുകൾ നാഥൻ വരുന്നു എന്ന കാര്യം കേട്ട് നമുക്ക് മുമ്പേ ജീവൻ വെച്ചു കൊടുത്തവരുണ്ട്. അവരോടൊരുമിച്ച് രൂപാന്തരപ്പെടുന്ന നമ്മൾ അവൻ്റെ സന്നിധിയിലെ റീയൂണിയൻ. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമില്ലേ, അന്ന് സ്വർഗകവാടത്തിൽ നമ്മെ കാത്ത് ചില ആളുകൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നു. വായിക്കുന്നില്ലേ ഗോസ്പലിൽ? ആരാന്നറിയാമോ? പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാ, കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാ. നമ്മൾ സ്പെൻഡ് ചെയ്ത പണം കൊണ്ട് ഗോസ്പൽ പ്രസൻറ്റ് ചെയ്ത ആളുകൾ, അങ്ങനെ ഗോസ്പൽ കേട്ട് ദൈവം രക്ഷയിലേക്ക് വിളിച്ച ആളുകൾ അന്ന് നിത്യകൂടാരത്തിൽ നമ്മളെ ചേർക്കാൻ അവിടെ ഉണ്ടാകും. There is going to be a reunion. അഞ്ചാമത്തെ കാര്യം, and there is going to be a reward. നമ്മൾ ചെയ്തതിനെല്ലാം ന്യായമായ പ്രതിഫലം. ന്യായാസനത്തിൻ്റെ മുന്നിൽ ഒരു ദിവസം നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒരു തിയോളജിയനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, വാട്ട് വാസ് ദ ഗ്രേറ്റസ്റ്റ് തോട്ട് എവർ എൻ്റർ ഇൻ യുവർ മൈൻഡ്? ആ മനുഷ്യൻ പറഞ്ഞു കേൾക്കണം, വൺ ഡേ I will stand before a holy God and give account of my life. That was the greatest thought. ജ്ഞാനമുള്ള ഏതൊരുവനും അതേ പറയാൻ പറ്റുള്ളൂ. ബില്ലി ഗ്രഹാം ക്രൂസൈഡിലെ ഒരംഗത്തിൻ്റെ പേരായിരുന്നു അക്ബർ ഹക്ക്. അദ്ദേഹം കേരളത്തിൽ സദേൺ ഇന്ത്യയിൽ പ്രസംഗിക്കാൻ വന്നപ്പം അദ്ദേഹം ഇസ്ലാം കൺവേർട്ടാണ്. അദ്ദേഹത്തോട് സംഘാടകർ പറഞ്ഞു, ടെസ്റ്റ് മണിയൊക്കെ അല്പം കളർഫുള്ളായിട്ട് പറയണം. നമുക്കല്ലെങ്കിൽ ഈ പിശാചിന് വേണ്ടി ചെയ്ത കാര്യമൊക്കെ സ്റ്റേജിൽ പറയുമ്പോൾ നമ്മൾ പറയുമോ പുള്ളി ഭയങ്കര മനുഷ്യനായിരുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഈ പിശാചിന് വേണ്ടി ചെയ്ത കാര്യമൊക്കെ തല താഴ്ത്തി വെച്ച് വേണം പറയാൻ. അങ്ങനെയൊക്കെ പോകാതെ കൃപയാൽ നമ്മളെ രക്ഷിച്ചതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ചിലരെ പറ്റി അവർക്ക് ഭയങ്കര സാക്ഷിയാണെന്നാണ് പറയുന്നത്. ഏതാ പണ്ട് പിശാചിന് വേണ്ടി ചെയ്ത കാര്യം? അതൊക്കെ പറയുമ്പോൾ തലേ തുണി ഇട്ടുകൊണ്ട് വേണം പറയാൻ. ഹലോ, സ്തോത്രം. അക്ബർ ഹക്കിനോട് അവർ പറഞ്ഞു, ഇച്ചിരി കളർഫുള്ളായിട്ട് ടെസ്റ്റ് മണി പറയണം. അക്ബർ ഹക്ക് പറഞ്ഞ എന്നാ പറയുക, നോ 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 നോ, ഞാൻ പറയല. കാരണം വാട്ട് ഷാൾ ഐ സേ ഓൺ ദാറ്റ് ഡേ? അന്ന് ഞാൻ എന്നാ പറയും? ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കാൻ ന്യായാസനത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. മലയാളത്തിലെ പ്രയോഗം അതിമനോഹരമാണ്. കണക്ക് കൊടുത്താൽ പോരാ, ആയിരിക്കുന്ന ജഡ്ജിന് ഞാൻ പറയുന്ന കണക്ക് ബോധ്യമാകണം. അടുത്തിരിക്കുന്നവൻ്റെ കണക്ക് എന്നോട് ചോദിക്കുമായിരുന്നെങ്കിൽ പറയാൻ എളുപ്പമായിരുന്നു. നോ, അങ്ങനൊരു പ്രോജക്റ്റ് അവിടെ ഇല്ല. രക്ഷ ഒറ്റയ്ക്കാണ്, വിശുദ്ധീകരണം ഒറ്റയ്ക്കാണ്, ആ നാരോവേയിലൂടെയുള്ള യാത്ര ഒറ്റയ്ക്കാണ്, മരണം ഒറ്റയ്ക്കാണ്, ഉയർപ്പ് ഒറ്റയ്ക്കാണ്, ന്യായാസനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ്. നാം എല്ലാവരും കണക്ക് ഒറ്റ കാര്യം കൂടെ ഒരു രണ്ട് വാക്കുകൾ പറഞ്ഞു നിർത്താം. പൗലോസിനെതിരെ യഹൂദന്മാർ പല കുറ്റങ്ങൾ ആരോപിച്ചപ്പം പൗലോസ് പറഞ്ഞ
അതിമനോഹരമായൊരു വാക്യമുണ്ട് ആക്സിനകത്ത്. അദ്ദേഹം ഇങ്ങനെയാണ് ആ വാക്യം പറഞ്ഞത്. ഈ യഹൂദന്മാരെ പറ്റി 24-ാം അധ്യായം, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകുമെന്ന് ഈ യഹൂദൻ കാത്തിരിക്കുന്ന പോലെ ഈ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി. മറ്റൊരു ഭാഗത്ത് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. ലോകത്തിലെ എല്ലായിടത്തൂടെയും കറങ്ങി വന്ന ഒരു ജ്ഞാനിയായിരുന്നല്ലോ ശലോമോൻ. എല്ലായിടത്തൂടെയും പോയി തൻ്റെ പുസ്തകങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ എക്ലീഷിയാസ്റ്റിക് അവസാന അധ്യായം അവസാന വാക്യം, എല്ലാറ്റിൻ്റെയും സാരം കേൾക്ക, ദൈവത്തെ ഭയപ്പെടുക. കാര്യമെന്നാ, ഒരു ദിവസം നാം എല്ലാവരും ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടി വരും. വിശുദ്ധ വേദപുസ്തകം പറയുന്ന 10 ഗ്യാരണ്ടി നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങളുടെ നാഥൻ വരും. There is going to be a return. There is going to be a resurrection. There is going to be a rapture. There is going to be a reunion. And there is going to be a reward. നമ്മുടെ നാഥൻ വരുന്നു. യേശു പറഞ്ഞതുപോലെ ഇതാ ഞാൻ വരുന്നു. യോഹന്നാൻ സഭയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ആമേൻ, അതുപോലെ വേഗം വരണമേ. കം ലോർഡ് ജീസസ്. താങ്ക് യു. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.